പ്രാണനിൽ നീ മാത്രം. രചന അവതരണം മിത്രവിന്ദ. കുളിക്കുന്നുണ്ടോ ഏട്ടാ? ഊണെടുക്കട്ടെ? മഹിയെ നോക്കി ഗൗരി ചോദിച്ചു. കുളിച്ചിട്ട് വരാം. അവൻ മുകളിലേക്ക് കയറിപ്പോയി. ഗൗരി അല്പം കഴിഞ്ഞതും മഹിയുടെ വിളിയച്ച. എന്താ മഹിയേട്ടാ? അവൾ മുകളിലേക്ക് ഓടിച്ചെന്നു. മഹിയപ്പോ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. ഒരു ടവൽ മാത്രം എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് അവനെ ആ വേഷത്തിൽ കണ്ടതും ഗൗരി തിരിഞ്ഞു നിന്നു. എന്തിനാ വിളിച്ചേ? തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നവളെ കണ്ടതും മഹിക്ക് ചിരി പൊട്ടി. അവനിൽ നിന്നും മറുപടിയൊന്നും ലഭിക്കാതെ വന്നപ്പോൾ ഗൗരി തിരിഞ്ഞു നോക്കി. മഹിയുടെ നഗ്നമായ നെഞ്ചിൽ തട്ടിയാണ് പെണ്ണപ്പോൾ നിന്നത്. ഇരു കൈകൾ കൊണ്ടും മഹി അവളെ പൊതിഞ്ഞ് തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്തു. മഹിയേട്ടാ. അവന്റെ നെഞ്ചിലെ നനുത്ത രോമങ്ങൾ അവളുടെ കവിളിനെ ഇക്കിളി കൂട്ടി. തന്റെ നെഞ്ചിൽ കിടന്ന് കുറുകുന്നവളെ കണ്ടതും അവൻ ഒന്നുകൂടി ഇറുക്കി അവളെ ആശ്ലേഷിച്ചു. അല്പം കുളിരോട് നിന്ന തന്റെ ദേഹത്തേക്ക് തന്റെ നല്ല പാതിയിൽ നിന്നും ചെറു ചൂട് പകർന്നു വരുന്നത് മഹി അറിഞ്ഞു. വീട് എനിക്ക് വേദനിക്കുന്നു മഹിയേട്ടാ. അവൾ വീണ്ടും കുറുകി. എവിടെയാണ് വേദനിച്ചേ? ഇവിടെയാണോ? അവന്റെ കൈകൾ അവളുടെ ഇളം മാറിലേക്ക് നീങ്ങി. പെട്ടെന്ന് ഗൗരി അവന്റെ കയ്യിൽ പിടുത്തമിട്ടു. പിറന്നാൾ സദ്യ കഴിക്കണ്ടേ ഏട്ടാ? വരൂന്നേ. തന്നോട് കൊഞ്ചി പറയുന്നവളെ മതിവരാതെ അവൻ നോക്കി. അവളുടെ നെറ്റിത്തടത്തിലേക്ക് പടർന്നു കിടക്കുന്ന കുറുനിരകളൊക്കെ അവൻ മാടി ഒതുക്കി. എനിക്ക് പീരിയഡ്സ് ആണ് ഏട്ടാ, അത് കഴിഞ്ഞിട്ട് പോരെ? മെല്ലെ അവൾ അവനോട് മന്ത്രിച്ചു. എന്ത്? അവൻ ചോദിച്ചതും ഗൗരി അവന്റെ നെഞ്ചിൽ തന്റെ നഖം കൊണ്ടൊന്നു കോറി. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ പെണ്ണെ. ചേ, എന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത് ഗൗരിക്കുട്ടി. അത് പറഞ്ഞപ്പോൾ മഹിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവളുടെ കവിളിൽ വേദനിപ്പിക്കാനായി അവനൊരു കടിവെച്ചു കൊടുത്തു. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. വേദനിച്ചോ? അവൻ ചോദിച്ചപ്പോൾ പെണ്ണൊന്നു പിണങ്ങി അല്പം മാറി നിന്നു. ഈ ചെറിയ വേദന പോലും സഹിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ഗൗരിക്കുട്ടി? ഈ മഹിയേട്ടൻ കുറെ ബുദ്ധിമുട്ടും. അവന്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും പെണ്ണൊന്ന് പൂത്തുലഞ്ഞു പോയി. അവന്റെ കൈവിട്ടിട്ടവൾ താഴേക്കോടി. തട്ടി വീഴല്ലേ പെണ്ണെ, അവൻ വിളിച്ചു പറഞ്ഞു. തൊടിയിൽ നിന്നും 2 തൂശനില വെട്ടിക്കൊണ്ടുവന്നിട്ട് ഗൗരി അതിലാണ് സദ്യ വിളമ്പിയത്. ഇതെപ്പോ തുടങ്ങി എൻ്റെ ഗൗരിക്കുട്ടിയെ നിന്റെ പാചകമൊക്കെ? ഗൗരി വിഭവങ്ങൾ ഒന്നൊന്നായി നിർത്തിയപ്പോൾ മഹി അന്തിച്ചു പോയി. മറുപടിയായി ഗൗരി ഒന്ന് ചിരിച്ചു. ആദ്യത്തെ ഉരുളി ഉരുട്ടി ഗൗരി മഹിയുടെ നേർക്ക് നീട്ടി. അവൻ ചിരിച്ചുകൊണ്ട് വായ തുറന്നു. വളരെ ആസ്വദിച്ചിരുന്നാണ് മഹി ഭക്ഷണം കഴിച്ചത്. പായസവും സദ്യവട്ടവും ഒക്കെ വളരെ രുചികരമായിരുന്നു. മഹി അവളെ ഒരുപാട് അഭിനന്ദിച്ചു. ഗൗരി പുഞ്ചിരിയോടുകൂടി നിന്നതേ ഉള്ളൂ. സദ്യയൊക്കെ കഴിഞ്ഞ് കുറച്ചു സമയം അവൻ റെസ്റ്റ് എടുത്തുകൊണ്ട് താഴത്തെ നിലയിലിരുന്നു. ഗൗരി അപ്പോൾ മുറ്റത്തെ കോണിൽ നിന്ന് ചെമ്പകമരത്തിന്റെ ചോട്ടിൽ നിന്നും ഒരു ചെറിയ കുട്ട നിറയെ ചെമ്പകപ്പൂക്കൾ പെറുക്കി കൂട്ടുകയാണ്. കൊഴിഞ്ഞു വീണവയാണ് എല്ലാം. അവൾ തന്റെ ചാരെ വന്നപ്പോൾ ഒരു വശ്യഗന്ധം പടരുന്നതായി അവന് തോന്നി. ഗൗരിയോടുള്ള പ്രണയം ഓരോ നിമിഷവും തന്റെ ഓരോ സിരകളിലും അലയടിക്കും പോലെ. അവന്റെ ചിന്തകളിൽ പോലും ഗൗരി എന്ന ഭ്രാന്ത് പൂക്കുകയാണ്. നോക്കിയേ, എന്തൊരു മണാണെന്ന്. അവൾ ഒരു ചെമ്പകപ്പൂവെടുത്ത് അവന് കൊടുത്തു. ഇതെന്തിനാ ഗൗരി ഇത്രയും പെറുക്കി കൂട്ടിയത്? അവന് കൗതുകം തോന്നി. വെറുതെ ഒരു രസത്തിന്. അവനെ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് കയറിപ്പോയി. മഹിയേട്ടാ. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഗൗരി തിരിഞ്ഞു നിന്നു. എന്താ പെണ്ണെ? നമ്മുടെ റൂമിലേക്ക് ഒന്ന് വരാമോ? എന്തിന്? അവന്റെ നെറ്റി ചുളിഞ്ഞു. അതൊക്കെ ഉണ്ടെന്നേ, വരൂ. ഗൗരി വേഗത്തിൽ സ്റ്റെപ്പ് കയറിപ്പോയി. മഹി നോക്കിയപ്പോൾ കണ്ടു, തങ്ങളുടെ ബെഡ്റൂമിന്റെ അരികിൽ കിടക്കുന്ന മേശമേൽ അവൾ ആ ചെമ്പകപ്പൂക്കളെല്ലാം കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അതിന്റെ അടുത്തായി ഒരു കവറും. ഇതെന്താണെന്ന് അവന് സംശയമേറി. തുറന്നു നോക്കിയപ്പോൾ കണ്ടു ഒരു കുർത്തയും ഉണ്ടും. അവൻ മുഖമുയർത്തി നോക്കിയപ്പോൾ ഗൗരി അവനെ നോക്കി നിൽക്കുകയാണ്. ഇഷ്ടായോ മഹിയേട്ടാ? ഇതും എനിക്കാണോ ഗൗരിയെ? അവനതെടുത്ത് തന്റെ ദേഹത്തേക്ക് വെച്ചു. അതെ. എങ്ങനെയുണ്ട് മഹിയേട്ടാ? നന്നായിട്ടുണ്ട്. ഇതെപ്പോ വാങ്ങി? ഇന്നലെ ഉച്ചയ്ക്ക്. പെരുന്നാളായിട്ട് ഒന്നും മേടിക്കാഞ്ഞതുകൊണ്ട് എനിക്കാകെ സങ്കടമായിരുന്നു. ലഞ്ച് ബ്രേക്ക് ടൈമിൽ വേഗം പുറത്തുപോയി, എന്നിട്ട് വാങ്ങിയതാ. എന്തിനാ പെണ്ണെ ഇത്രയും കഷ്ടപ്പെട്ടത്? ഇതിൻ്റെ ഒന്നും ആവശ്യം പോലും ഇല്ലായിരുന്നു കേട്ടോ. നീ എനിക്ക് സദ്യയും പായസവും ഒക്കെ വെച്ച് തന്നില്ലേ? അതൊക്കെ ധാരാളം. അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട്
തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മഹി എന്നിട്ട് അവളോട് മെല്ലെ പറഞ്ഞു, എൻ്റെ ഒരു സന്തോഷത്തിനല്ലേ മഹിയേട്ടാ. മഹിയാണെങ്കിൽ അപ്പോഴേക്കും അവൻ ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റി കുർത്തയിട്ടു. കറക്റ്റ് സൈസായിരുന്നു. അവൻ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നു. കൊള്ളാം കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടായി. അവൻ ഗൗരിയുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു. എൻ്റെ ഗൗരിക്കുട്ടിക്ക് ഇതിന് പകരമായി എന്ത് സമ്മാനാണ് വേണ്ടത്? അവൻ അവളുടെ തുടുത്ത കവിളിൽ ഒന്ന് പിടിച്ചു വലിച്ചു. അപ്പോഴേക്കും കോളിംഗ് ബെൽ ശബ്ദിച്ചു. ഇതാരാ ഈ നേരത്ത്? മഹി ചെന്ന് ഡോർ തുറന്നു. ആ, കൃഷ്ണമാമയായിരുന്നോ? കേറി വാ. സരസ്വതി ടീച്ചറുടെ ആങ്ങളെയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് കയറിയിറങ്ങി പോവാനായി വരുന്നതാണ് ആള്. അമ്മ ഇവിടെ ഇല്ലെന്നും ഏട്ടൻ്റെ അടുത്താണെന്നും മഹി പറഞ്ഞപ്പോഴാണ് അയാൾ അറിഞ്ഞത്. ശോ, ചേച്ചി ഈ കാര്യങ്ങളൊന്നും എന്നോടൊന്നിട്ട് മിണ്ടിയില്ലല്ലോ. എന്നാണ് പോയത്? ഗൗരി കൊടുത്ത ചായ കുടിച്ചോണ്ട് അയാൾ മഹിയോട് ചോദിച്ചു. 2-3 ആഴ്ചയായി അമ്മ പോയിട്ട്. ഞാനേ ഒന്ന് ഫോൺ വിളിക്കാം. കൃഷ്ണമാമ നേരിട്ട് സംസാരിച്ചോ. അവൻ ഫോൺ എടുത്തതും അയാൾ കൈകൊണ്ട് തടഞ്ഞു. വിളിക്കണ്ട മോനെ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ചോളാം. ചെറിയ പരിഭവം ആളുടെ മുഖത്ത് നിഴലിച്ചു. അന്ന് പോവേണ്ടെന്ന് മഹിയും ഗൗരിയും ഒരുപാട് പറഞ്ഞു. എങ്കിലും സന്ധ്യയോട് കൂടി അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് കൃഷ്ണമാമ ഇറങ്ങി. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ടീച്ചറമ്മ മഹിയെ വിളിച്ചത്. അമ്മാവൻ വന്ന കാര്യം അവൻ അപ്പോഴേക്കും അവരോട് പറഞ്ഞു. താൻ തിരികെ വിളിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയോടുകൂടി സംസാരിച്ചിട്ട് അവർ ഫോൺ വെച്ചു. കിടക്കാനായി ഗൗരി വന്നപ്പോൾ മഹി ഭയങ്കര ആലോചനയിലാണ്. താൻ മുറിയിലേക്ക് വന്നതുപോലും ആൾ അറിഞ്ഞിട്ടില്ലെന്ന് ഗൗരിക്ക് തോന്നി. എന്താ സാറേ ഇത്രയും വലിയൊരു ആലോചന? ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കുടിഞ്ഞ് നേരെയാക്കി വിരിക്കുകയാണ് ഗൗരി. അവൻ പക്ഷേ മറുപടിയൊന്നും പറഞ്ഞില്ല. ഗൗരി അവൻ്റെ അടുത്തേക്ക് ചെന്നു. മഹിയേട്ടാ. അവൻ്റെ ചുമലിൽ അവൾ കൈവച്ചു. എന്തു പറ്റിയെന്നേ, എന്നോടുകൂടി പറയൂ. പെട്ടെന്ന് അവൻ എഴുന്നേറ്റു. എന്നിട്ട് അവളെ വാരിപ്പുണർന്നു. ഇനി എത്ര ദിവസം കൂടി കാത്തിരിക്കണം പെണ്ണേ? പറ്റുന്നില്ല ഗൗരി, അത്രമേൽ നിനക്ക് കീഴ്പ്പെട്ടു പോയിരിക്കുന്നു ഞാൻ. അവൻ്റെ ശബ്ദം ആർദ്രമായി. ഗൗരിയുടെ കൈകളും മെല്ലെ ഉയർന്നു. അവനെ തിരികെ പുണർന്നുകൊണ്ട് അവളും അങ്ങനെ നിന്നു. മഹി അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിലെടുത്തു. മിഴികൾ കൂമ്പി അടഞ്ഞിരിക്കുകയാണ് അവളുടേത്. അവൻ അവളുടെ നനവാർന്ന മിഴികളിലാണ് ആദ്യം ഉമ്മ വെച്ചത്. അരുണ ശോഭ പോലെ തിളങ്ങുന്ന അവളുടെ കവിളുകളിൽ അവൻ്റെ മുത്തം പതിഞ്ഞതും പെണ്ണൊന്ന് പിടഞ്ഞു. എന്തോ മൊഴിയുവാനായി തുടങ്ങിയ അവളുടെ വിറയാർന്ന അതരം നുകരുവാനായി അവൻ അല്പം ഒന്ന് മുഖം താഴ്ത്തി. അവളുടെ കൈകൾ അല്പം കൂടി ബലത്തിൽ അവനെ മുറുക്കി. മെല്ലെ മെല്ലെ, അവളെ അല്പം പോലും നോവിക്കാതെ അവൻ അവളുടെ അതരം നുകർന്നുകൊണ്ടേയിരുന്നു. അവിടെ അവരുടെ ശ്വാസതാളങ്ങൾക്കപ്പുറം എല്ലാം നിശബ്ദമായിരുന്നു. ഒരു വേള ഗൗരി അവനെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകളിൽ അതുവരെ കാണാത്ത ഒരു ഭാവം. മഹേട്ടാ, ഞാൻ പീരിയഡ്സായിരിക്കുക, അത് മറന്നു പോവല്ലേ? അല്പം കഴിഞ്ഞതും പെണ്ണ് അവനോട് മുഴിഞ്ഞു. അറിയാം ഗൗരി, നിനക്കായി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പെണ്ണെ. അവളിൽ നിന്ന് അകന്നു മാറാൻ പോലും ആവാതെ മഹി അപ്പോഴും അവളുടെ ഉടൽ തന്നിലേക്ക് ചേർത്തുകൊണ്ട് ഗൗരിയോട്